ശ്രീയിൽ CPI അനുനയിപ്പിക്കാൻ CPM ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരും. രാവിലെ 10 മണിക്കാണ് യോഗം. CPI പ്രകടിപ്പിച്ച ആശങ്കയും വിയോജിപ്പും യോഗം ചർച്ച ചെയ്യും. PM ശ്രീ ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച നടപടിയിൽ CPI അതൃപ്തി അറിയിക്കുകയും അടിയന്തര യോഗം ചേരുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് CPI അനുനയിപ്പിക്കാൻ CPM അടിയന്തര യോഗം വിളിച്ചത്. അതേസമയം ആലപ്പുഴയിൽ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഈ CPI അനുനയിപ്പിക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ഇറക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു CPMന്റെ ഒരു തന്ത്രം. ഇന്നലെ മുഖ്യമന്ത്രി വിദേശ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി മടങ്ങിയെത്തിയതാണ്. ഇതിന് പിന്നാലെ നടക്കുന്ന CPM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗമാണ്. വിവരങ്ങൾ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒരു സാഹചര്യത്തിലാണ് അനുനയ നീക്കം ഒന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന രീതിയിൽ ഇപ്പോൾ CPM ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. CPIയെ അനുനയിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPMനോട് അവരുടെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ കാണുകയുണ്ടായി. ശിവൻകുട്ടിയൊക്കെ തന്നെ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെയും അതുപോലെ തന്നെ GR അനിലിനെയും ഒക്കെ കണ്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാലും എന്നിട്ട് ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കും, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. പക്ഷേ GR അനിലും അതുപോലെ തന്നെ ബിനോയ് വിശ്വവും അല്ലെങ്കിൽ CPI അവരുടെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചത് ബാക്കി മന്ത്രിമാരൊന്നും തന്നെ അറിയാതെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഈ ഒരു പദ്ധതിക്ക് അനുനയിക്കുക അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിക്ക് ഒപ്പുവെക്കാനുള്ളൊരു അനുമതി നൽകിയത് എന്നൊരു കാര്യം കൂടി ചർച്ച ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രി അനുമതി നൽകാതെ ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കില്ല എന്നൊരു കൃത്യമായ ഒരു ഉറപ്പ് CPIക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് CPIയെ ഒരു അനുനയിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് CPM ഒരു സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെൻട്രലിൽ ചേർന്ന് രാവിലെ 10 മണിക്കായിരിക്കും യോഗം ചേരുക. മുഖ്യമന്ത്രി വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞെത്താൻ വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പൊക്കെ കഴിഞ്ഞു. അതിനു മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിപ്പിക്കാൻ മുഖ്യമന്ത്രി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം തീർത്തും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യനെ തന്നെ ഇറക്കിക്കൊണ്ടൊരു ഒരു പരിഹാരത്തിന് CPM ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ യോഗത്തിൽ MA ബേബി അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി സംസാരിക്കും എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. ഇതേ സമയത്തിൽ മുഖ്യമന്ത്രി എന്ത് അനുനയ ശ്രമമായിരിക്കും ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ CPMഉം CPIയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി എടുക്കുക എന്നൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് AKG സെന്ററും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലുമാണ്. CPIയും ഇന്ന് യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ആലപ്പുഴ ചേരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരും എന്തുകൊണ്ടാണ് തങ്ങൾ അറിയാതെ ഇത്തരത്തിൽ CPM ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച എന്നുള്ള കാര്യമൊക്കെ തന്നെ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുൻപായി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി, കുട്ടികളുടെ ഉന്നമനത്തിനായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. കേന്ദ്ര ഫണ്ടിൽ നിന്ന് അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പത്രത്തിൽ ഒപ്പുവെക്കേണ്ടി വന്നത്. ഒരിക്കലും മുഖ്യമന്ത്രിയെ അവഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധ മാറ്റവുമില്ല. അല്ലെങ്കിൽ നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CPI നേതാക്കളെ ഇത് അറിയിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു യോഗം വിളിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താനാണ് CPM ശ്രമിക്കുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങളെടുത്ത ഈ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ബിനോയ് വിശ്വവും അതുപോലെ തന്നെ CPI നേതാക്കളെല്ലാം തന്നെ നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി അന്ന് GR അനിലിനെയും അതുപോലെ തന്നെ CPI നേതാക്കളെയും കാണാൻ പോയ സമയത്ത് പോലും ഒരാൾ ഈ ഓഫീസിലേക്ക് വന്നാൽ അയാളെ കയറ്റി ഇരുത്തേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അയാളെ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യമല്ല, അയാളോട് സംസാരിക്കുക എന്നൊരു സാധാരണ ഒരു കാര്യമാണ്. അതിൽ നിന്ന് CPI ഒരിക്കലും പിന്നോട്ടില്ല. പക്ഷേ ഈ യോഗം അല്ലെങ്കിൽ ഇതൊരു യോഗമായി കരുതുകയോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്ന പരിഹാരമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടി ഇന്ന് കഴിഞ്ഞ ദിവസം GR അനിൽ പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് നടക്കുന്ന CPM യോഗത്തിലായിരിക്കും നിർണായക തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുക എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നു.